എൻ്റെ ലൈഫ് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യിരെമ്യാവ് 7:23 പറയുന്നുണ്ട്, എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ തന്നെ നടക്കുവീൻ. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോടുള്ള കൽപ്പിച്ച വഴികളിലൊക്കെയും നടക്കുവീൻ. നന്നായിരിക്കണോ? ശുശ്രൂഷ നന്നായിരിക്കണോ? ദൈവം അറിയിച്ച ദൈവവചനപ്രകാരമുള്ള ആലോചനയിൽ നടക്കുക. കുടുംബജീവിതം നന്നായിരിക്കണമോ? ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ ബിൽഡപ്പ് ചെയ്യുക. നിങ്ങളുടെ ഭൗതിക മേഖലകൾ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ ഭദ്രമായിരിക്കണമോ? അഭിവൃദ്ധിയായിരിക്കണമോ? ദൈവം നിങ്ങളോട് അറിയിച്ച ദൈവിക ആലോചനയിൽ നിങ്ങൾ ജീവിക്കുക. ഒരു അസാധാരണമായ പ്രോസ്പെരിറ്റിയുടെ, അഭിവൃദ്ധിയുടെ, നന്മയുടെ ഒരു വേദഭാഗമുണ്ട് വിശുദ്ധ ബൈബിളിൽ. അസാഫിന്റെ സങ്കീർത്തനം 81-13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ആസാഫിനോട് പറയുകയാണ്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കും. എന്നാൽ ആ വാക്ക് ഒരു കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ശത്രുവിനെ ഞാൻ കീഴടക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ വൈരിയുടെ നേരെ എന്റെ കൈ തിരിയും. അങ്ങനെയാണെങ്കിൽ നിന്നെ പകയ്ക്കുന്നവർ കീഴടങ്ങും. അങ്ങനെയാണെങ്കിൽ നിന്റെ ശുഭകാലം എന്നേക്കും നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തും. എങ്ങനെയാണെങ്കിൽ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ